കല്യാൺ ജുവലേഴ്സും ബാറ്റ ഇന്ത്യയും എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് കമ്പനികളാണ്. ഇവരുടെ രണ്ടുപേരുടെ റിസൾട്ട് വെച്ചിട്ട് പി റേഷ്യോനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ബാറ്റ ഇന്ത്യ എല്ലാവർക്കും അറിയാമല്ലോ, റീറ്റെയിൽ ഫുട്വെയറിലുള്ള കമ്പനിയാണ്. അതേപോലെ കല്യാൺ ജുവലേഴ്സ് എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ജ്വല്ലറി സ്പേസിലുള്ള കമ്പനിയാണ്. സോ ഇവർ രണ്ടുപേരുടെയും Q2 റിസൾട്ട് വന്നത്, ബാറ്റയുടെ റിസൾട്ട് വന്ന് ഒക്ടോബർ 27 കല്യാണിന്റെ നവംബർ 7 സോ ഈ രണ്ട് കമ്പനികളുടെ റിസൾട്ട് വരുന്ന സമയത്ത്, ബാറ്റയുടെ റിസൾട്ട് വരുന്ന സമയത്ത് അവരുടെ പി റേഷ്യോ 68 അതുപോലെ കല്യാണിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് അവരുടെ പി റേഷ്യോ 67 ഏകദേശം ഒരേ പി റേഷ്യോയിലായിരുന്നു രണ്ടും റിസൾട്ട് വരുന്ന സമയത്ത് അവൈലബിൾ ആയിരുന്നു. ഈ 67-68 പി കിടക്കുന്ന സമയത്ത് ആരോട് ചോദിച്ചാലും ഈ രണ്ട് കമ്പനികളും വളരെ എക്സ്പെൻസീവ് ആണ്, ഓവർ വാല്യൂഡ് ആയിട്ട് കിടക്കുകയാണ്, അതുകൊണ്ട് തന്നെ നല്ല സ്റ്റോക്കുകളല്ല എന്നുള്ളൊരു റിസൾട്ട് ആയിരിക്കും ഭൂരിഭാഗം ആൾക്കാരും പറയാൻ സാധ്യതയുള്ളത്. സോ നമുക്ക് ഇവരുടെ റിസൾട്ട് വന്ന സമയത്തെ ബാക്കി കാര്യങ്ങൾ നോക്കാം. റിസൾട്ട് വന്ന സമയത്ത് ബാറ്റ ഇന്ത്യയുടെ പി റേഷ്യോ 68 നിന്ന് 81 കൂടി. അതേപോലെ കല്യാൺ ജുവലേഴ്സിന്റെ റിസൾട്ട് വന്ന സമയത്ത് 67 കിടന്ന പി റേഷ്യോ 57 കുറഞ്ഞു. സോ റിസൾട്ട്, അതായത് ഒരു ദിവസത്തെ ഗ്യാപ്പിൽ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് റിസൾട്ട്